നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. അസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉജ്ജ്വല വിജയം. 325 സീറ്റുകളിൽ വൻ മുന്നേറ്റം. മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കിട്ടാതെ ഇന്ത്യ സഖ്യം. സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് വിൻസി അലോഷ്യസ്. നടി നിലപാട് അറിയിച്ചത് മന്ത്രി MP രാജേഷിനോട്. ലഹരി കേസിലെ FIR റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഷൈൻ ടോം ചാക്കോ. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന ഷൈനിന്റെ മൊഴി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നാളെ ഭാരതത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ചർച്ച നടക്കുക വിവിധ വിഷയങ്ങളിലെന്ന് വൈറ്റ് ഹൌസ്. ക്ഷേത്രോത്സവത്തിനിടെ വീണ്ടും ചെഗുവേരയുടെ കൊടി ഉയർത്തി വിപ്ലവഗാനം. CPM ധാർഷ്ട്യം കാട്ടിയത് കണ്ണൂർ കല്ലിക്കണ്ടി കാവുകുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ. തലസ്ഥാനത്തെ ക്ഷേത്രത്തിലും അലോഷിയുടെ വിപ്ലവഗാനം. ആലാപനം അവനവഞ്ചേരി ഇണ്ടളിയപ്പൻ ക്ഷേത്രോത്സവത്തിൽ. രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെ. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രത്യാശയർപ്പിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ നിയമം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും BJP അധ്യക്ഷൻ. ഇന്ന് ഈസ്റ്റർ. ഉയർപ്പിന്റെ പ്രത്യാശയിൽ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും. തൃശൂരിലെ ദേവാലയങ്ങളിലും ബിഷപ്പ് ഹൌസിലും എത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാളയം ദേവാലയത്തിൽ ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് രാജീവ് ചന്ദ്രശേഖർ. വാര്യംകുന്നന്റെ ക്രൂരതകൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത്. കാരണമില്ലാതെ സാധുക്കളെ കൊന്നൊടുക്കിയെന്ന മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ലേഖനം. കിണറ്റിൽ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടു. 2018 ലേഖനം സൈദാലി ഹാജിയുടെ ഡയറി കുറിപ്പുകൾ അടിസ്ഥാനമാക്കി. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. തെക്കൻ ജില്ലകളിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളുടെ ഭാഗമായി. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്മരണയിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. കൊച്ചിയിൽ തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിലെ ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവാങ്കുളം പള്ളിയിലെ ഉയർത്തെഴുന്നേൽപ്പ് ദൃശ്യാവിഷ്കാരം വിശ്വാസികൾക്ക് പുതുമയേകി. വിശ്വാസികൾ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകണമെന്നും അസ്വസ്ഥതയും അനൈക്യവുമുള്ളയിടത്ത് സഭ സമാധാനത്തിന്റെ ശൃംഖലയായി മാറണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉയർത്തെഴുന്നേൽപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. എന്റെ ശുശ്രൂഷ സമാധാനത്തിന്റെ ഉപകരണമാകലാണ്. ഈ ഉത്ഥാന പെരുന്നാളിലെ
ഞാനും നിങ്ങളും ഈ സമാധാനത്തിന് ഉപകരണങ്ങളാകാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരോടും പോയി പറയുക, അവൻ ഇവിടെയില്ല, അവൻ ഉത്ഥാനം ചെയ്തു. നമുക്കെല്ലാവരോടും കർത്താവിൻ്റെ ഉത്ഥാനത്തിന്റെ സന്ദേശം അറിയിക്കാം. ജനം, കൊച്ചി. കോഴിക്കോട്ടെ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പുരോഹിതർ കാർമ്മികത്വം വഹിച്ച ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രത്യാശയുടെയും സന്ദേശം പകർന്നെത്തിയ ഈസ്റ്റർ ആഘോഷത്തിനു മുന്നോടിയായി ഇന്നലെ രാത്രി മുതൽ തന്നെ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മരണത്തിനുമപ്പുറം ജീവനുണ്ടെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. താമരശ്ശേരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് താമരശ്ശേരി ബിഷപ്പ് റെമീജിയസ് ഇഞ്ചനാനിയൽ നേതൃത്വം നൽകി. ദിവ്യബലി, ശുശ്രൂഷകൾ, കുർബാന തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ജനം, കോഴിക്കോട്. വഖഫ് ഭേദഗതി ബില്ലിൽ പ്രത്യാശയർപ്പിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു സതുദ്ദേശത്തോടെ പറഞ്ഞത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഈസ്റ്റർ ദിനത്തിൽ സ്നേഹസന്ദേശവുമായി പാളയം ലൂർദ് ഫൊറോന പള്ളിയിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. തുടർന്ന് സീറോ മലബാർ കത്തോലിക്ക സഭയുടെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി അരമണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ആലഞ്ചേരി പിതാവ് വഖഫ് നിയമ ഭേദഗതിയിൽ പ്രകടിപ്പിച്ചത് വലിയ പ്രത്യാശ. നിയമത്തിന്റെ പ്രായോഗിക വശങ്ങൾ നടപ്പിലാകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിനെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ. നിയമത്തിൻ്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. വഖഫ് ബിൽ നടപ്പിലാക്കുമ്പോൾ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു സതുദ്ദേശത്തോടെ പറഞ്ഞത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആ ബില്ല് ഇവർ ഈ ബില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടികൾ അവരെല്ലാം ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പം ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എനിക്ക് തന്ന ഉറപ്പും എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതിന്ന് മനസ്സിലായത് ഇതാണ്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ്, പത്മിനി തോമസ് തുടങ്ങിയവരും ഈസ്റ്റർ ദിന സന്ദർശനത്തിന് പാളയം ലൂർദ് ഫൊറോന പള്ളിയിലെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിലെ വിവിധ പള്ളികൾ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും സന്ദർശിച്ചു. തൃശൂരിലെ പുത്തൻപള്ളി, ഒല്ലൂർ മേരിമാതാ പള്ളി, ലൂർദ് പള്ളി എന്നിവിടങ്ങളിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത്. ശേഷം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. ഇരുവരും പരസ്പരം മധുരം കൈമാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മലയാളത്തിന്റെ പ്രഗത്ഭനായ നടൻ ഇന്ന് ഈ ബിഷപ്സ് ഹൗസിൽ വന്ന് ഈസ്റ്റർ ആശംസകൾ നൽകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവരുടെ പേരിലും
മലയാളികൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. സുരേഷ് ഗോപിക്ക് പ്രത്യേകം ഈസ്റ്റർ ആശംസകളോട്. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പ്രതീക്ഷ ഒന്നില്ലെങ്കിൽ ജീവിതമില്ല. പ്രതീക്ഷയിലൂടെയാണ് ഓരോ കുടുംബവും, സംസ്ഥാനവും, രാജ്യവും മുന്നോട്ട് പോകുന്നത്. ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതമില്ല. ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ, ലോകത്തിന്റെ കാര്യം, രാജ്യത്തിന്റെ കാര്യം, സംസ്ഥാനത്തിന്റെ കാര്യം, വീടിന്റെ കാര്യം, എല്ലാം പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വിൽ നെവർ ഫെയിൽ യു. ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല. സുരേഷ് ഗോപിക്കൊപ്പം BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ജനം, തൃശൂർ. ഈസ്റ്ററിനെ വരവേറ്റ് ലില്ലി പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞ് മനോഹര കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലാകെ ഈസ്റ്റർ ലില്ലികൾ വർണ്ണവസന്തം ഒരുക്കിയിട്ടുണ്ട്. 6-7 ഇതളുകളുള്ള ചുവപ്പും ഓറഞ്ച് കലർന്ന ഈസ്റ്റർ ലില്ലി പൂക്കളുടെ വിശേഷങ്ങൾ കാണാം. ഏപ്രിലിലെ വേനൽമഴ പെയ്തിറങ്ങിയതോടെയാണ് ഹൈറേഞ്ചിൽ ലില്ലിപ്പൂക്കൾ കൂട്ടത്തോടെ വിടർന്നു തുടങ്ങിയത്. അടുത്തടുത്ത് നിരനിരയെ വളർന്നു നിൽക്കുന്ന ലില്ലിപ്പൂക്കൾ കാഴ്ചയുടെ വർണ്ണവസന്തമാണ് ഒരുക്കുന്നത്. ഈസ്റ്റർ കാലത്താണ് ഇവ കൂട്ടത്തോടെ പൂക്കുന്നത്. ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈസ്റ്റർ ലില്ലിയുടെ സ്വദേശം. ബാർബഡോസ് ലില്ലി, കൊക്കോവ ലില്ലി എന്നീ പേരുകളിലും ഈ പുഷ്പങ്ങൾ അറിയപ്പെടുന്നു. തേയില വ്യവസായത്തിനെതിരെ ബ്രിട്ടീഷുകാരാണ് ഈസ്റ്റർ ലില്ലി കേരളത്തിലെത്തിച്ചത്. വർഷം മുഴുവൻ പൂക്കുമെങ്കിലും പ്രധാനമായും പുഷ്പിക്കുന്നത് മാർച്ച്-ഏപ്രിൽ മാസങ്ങളിലാണ്. ക്രൈസ്തവരുടെ വലിയ നോമ്പ്, യേശുദേവന്റെ ഉയർപ്പ് തിരുനാൾ കാലത്ത് ഇവ വ്യാപകമായി പൂവിടുന്നതിലാണ് ഈസ്റ്റർ ലില്ലി എന്ന പേര് വന്നത്. സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ആത്മീയതയുടെയും പ്രതീകമാണ് ഈസ്റ്റർ ലില്ലികൾ. ജനം, ഇടുക്കി. അസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏകപക്ഷീയ വിജയം. 325 സീറ്റുകളിൽ BJP വിജയം ഉറപ്പിച്ചു. ഈ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അസാമിൽ അടുത്ത മാസം 2-4 തീയതികളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. എന്നാൽ വോട്ടെടുപ്പ് നടക്കും മുൻപേ ഭൂരിപക്ഷം സീറ്റിലും BJP സഖ്യം വിജയിച്ചു കഴിഞ്ഞു. ശിലാപരിഷത്തിൽ 35 BJPയും 2 സീറ്റിൽ സഖ്യകക്ഷിയായ അസോം ഗണപരിഷത്തും വിജയിച്ചു. അഞ്ചാലിക പരിഷത്തിൽ 259 സീറ്റുകളിൽ BJP വിജയിച്ചപ്പോൾ 29 സീറ്റിൽ AJP വെന്നിക്കൊടി പാറിച്ചു. കോൺഗ്രസ് കേവലം 9 വാർഡുകളിൽ ഒതുങ്ങി. മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ആളെ കിട്ടിയില്ല. ഈ പശ്ചാത്തലത്തിലായിരുന്നു BJPയുടെ ഏകപക്ഷീയ വിജയം. തീവ്ര ഇസ്ലാമിക സംഘടനയായ AIUDFും കനത്ത പരാജയം ഏറ്റുവാങ്ങി. അഞ്ചാലിക പരിഷത്തിൽ 1 സീറ്റിൽ മാത്രമാണ് AIUDF വിജയിച്ചത്. അടുത്ത വർഷം ഏപ്രിലിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അസം. അതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നു. ജനം, ഡൽഹി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും നാളെ തുടക്കമാകും. നാളെ മുതൽ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ സംസ്ഥാനതല പര്യടനം കൂടിയാണ് നാളെ ആരംഭിക്കുന്നത്. തൃശൂരിലാണ് ആദ്യ ദിനം കൺവെൻഷൻ തുടക്കമിടുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങളും നാളെ മുതൽ ആരംഭിക്കുകയാണ്. മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. എല്ലാ ജില്ലകളിലും നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ BJPയുടെ മിഷൻ 2025 സംസ്ഥാന പ്രസിഡന്റ് അവതരിപ്പിക്കും. BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ സംസ്ഥാനതല പര്യടനം കൂടിയാണ് നാളെ ആരംഭിക്കുന്നത്. തൃശൂരിലാണ് ആദ്യ കൺവെൻഷൻ.
രാവിലെ 8:30 ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന യോഗവും 10 മണി മുതൽ 12 മണി വരെ വികസിത കേരളം കൺവെൻഷനും നടക്കും. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരിനേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയവരും NDA നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരുടെ പ്രഖ്യാപനവും ഉണ്ടാകും. കൺവെൻഷന് ശേഷം ജില്ലയിലെ പ്രധാന വ്യക്തികളെ സംസ്ഥാന അധ്യക്ഷൻ നേരിൽ കാണും. വൈകിട്ട് 4 മണി മുതൽ 6 വരെ 2ാമത്തെ സംഘടനാ ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ നടക്കും. വൈകിട്ട് 6 മുതൽ 7 വരെ ജില്ലാ കോർ മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന നേതൃയോഗവും ചേരും. നാളെ തൃശൂർ സിറ്റി ജില്ലയുടെയും ഉച്ചയ്ക്ക് ശേഷം തൃശൂർ സൗത്ത് ജില്ലയുടെയും കൺവെൻഷനുകൾ നടക്കും. 22-ന് രാവിലെ മലപ്പുറം വെസ്റ്റും വൈകിട്ട് തൃശൂർ നോർത്തും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മെയ് 10-ന് പാലക്കാട് വെസ്റ്റ് ജില്ലയിലെ കൺവെൻഷനോടെയാണ് പരിപാടികൾ സമാപിക്കുന്നത്. ജനം, തിരുവനന്തപുരം. വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മോദിയുടെ വികസനം കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു. NDA-യെക്കുറിച്ച് ചില സമുദായത്തിന്റെ ഇടയിൽ നുണ പ്രചരിപ്പിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറ്റം വരാനാണ് നമ്മുടെ ദൗത്യം, മാറ്റം കൊണ്ടുവരാനാണ് നമ്മുടെ ദൗത്യം. ഞാൻ എൻ്റെ ഒരു ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഞാൻ പറയുന്നു, സാധാരണക്കാർ, നമ്മൾ മലയാളി സാധാരണക്കാർ കേരളത്തിൽ എവിടെയാണെങ്കിലും മാറ്റം വേണമെന്ന് അവർ പറയുന്നു. അവരാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനിലും ഈ മാറ്റം ആരാണ് കൊണ്ടുവരാൻ പോകുന്നത് അവർ തീരുമാനിക്കും. അപ്പോൾ ഈ BJP NDA ആണ് നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുവന്ന മാറ്റവും ഇവിടെ നമ്മുടെ കേരളത്തിലും നമുക്ക് കൊണ്ടുവരാൻ കഴിവുണ്ട്, താല്പര്യമുണ്ട്. നമുക്ക് മാത്രമേ, BJP NDAക്ക് മാത്രമേ ഈ കഴിവുള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. BJP രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെന്ന മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, ഇടത് വലതു മുന്നണികളുടെ ഭരണത്തിൽ കേരളത്തിന് ഉണ്ടായത് നഷ്ടം മാത്രമാണ്. നോക്കുകൂലിയുള്ള നാട്ടിൽ എങ്ങനെ വികസനങ്ങൾ ഉണ്ടാകുമെന്നും മുരളീധരൻ ചോദിച്ചു. BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സംസ്ഥാന മുൻ അധ്യക്ഷൻ കൂടിയായ മുരളീധരൻ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരെയാണ് പ്രവർത്തകരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി നമ്മൾ പറയുന്നത് നേഷൻ ഫസ്റ്റ്, പാർട്ടി നെക്സ്റ്റ്, സെൽഫ് ലാസ്റ്റ്. രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായിട്ടുള്ള, കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള 2 സർക്കാരുകൾ, 2 മുന്നണികൾ, ആ മുന്നണികളുടെ നേതൃത്വത്തിൽ ഈ നാട് കുട്ടിച്ചോറായിട്ടുള്ള അവസ്ഥയാണ്. ആ സാഹചര്യത്തിൽ മാറ്റം വരണമെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാടും ഒറ്റപ്പാലത്തും എത്തിയാണ് സന്ദർശിച്ചത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, ശങ്കുട്ടി ദാസ്, ജില്ലാ അധ്യക്ഷന്മാരായ പ്രശാന്ത് ശിവൻ, P. വേണുഗോപാൽ എന്നിവർക്കൊപ്പമാണ് സുരേഷ് ഗോപി എത്തിയത്. ഈ മാസം 24-ന് ചേറ്റൂർ അനുസ്മരണ ദിനമാണ്. ക്ഷേത്രോത്സവത്തിൽ വീണ്ടും വിപ്ലവഗാനവുമായി LOC. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടളിയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഗസൽ പരിപാടിക്കിടെയായിരുന്നു വിപ്ലവഗാനം. കഴിഞ്ഞ മാസം കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ ഗായകൻ LOCയെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. അലോഷി ബോധപൂർവം പാടുകയാണ്. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദം മനഃപൂർവ്വമല്ല സംഭവിച്ചതെന്നായിരുന്നു അലോഷിയുടെ വിശദീകരണം. എന്നാൽ വീണ്ടും ക്ഷേത്രങ്ങളെ പാർട്ടിയുടെ പ്രചരണവേദിയാക്കുകയാണ് അലോഷി. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടളിയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഗസൽ പരിപാടിക്കിടെയായിരുന്നു വിപ്ലവഗാനങ്ങൾ അലോഷി ആലപിച്ചത്. ക്ഷേത്രത്തിൽ അലോഷിയുടെ ഗസൽ പരിപാടിയിൽ വിപ്ലവഗാനം ഉണ്ടാകുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിൽ നിന്ന് ലഭിച്ചത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പാണ്. അലോഷിയെ 1-ാം പ്രതിയാക്കി
കേസെടുത്തിട്ടും അലോഷി ബോധപൂർവം വിപ്ലവ ഗാനങ്ങൾ വീണ്ടും ക്ഷേത്രത്തിൽ ആലപിക്കുകയാണ്. CPM-നെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ പാർട്ടി കൈയടിച്ചു കൂടെ നിൽക്കുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാർട്ടിയുടെ ബോധമായ ഇടപെടലോട് കൂടി ലംഘിക്കപ്പെടുകയാണ്. ജനം, തിരുവനന്തപുരം. ഉത്സവത്തിനിടെ ചെഗുവേരയുടെ പതാകയും വിപ്ലവ ഗാനവുമായി വീണ്ടും CPM. കണ്ണൂർ കല്ലിക്കണ്ടി മൊയിലോം ഭഗവതി ക്ഷേത്രത്തിലാണ് CPM പ്രവർത്തകർ ചെഗുവേരയുടെ ചിത്രമുള്ള കൊടി ഉയർത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കല്ലിക്കണ്ടി കാവുകുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവം നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയ്ക്കിടെയാണ് CPM-കാർ ചെഗുവേരയുടെ ചിത്രമുള്ള ചുവന്ന കൊടി വീശുകയും പാർട്ടി മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കുകയും ചെയ്തത്. ഇതോടൊപ്പം വിപ്ലവഗാനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു ഉത്സവ ഘോഷയാത്രയിൽ CPM-കാർ അണിനിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ക്ഷേത്രോത്സവത്തിൽ വിപ്ലവ ഗാനങ്ങൾക്കും ചെഗുവേരയുടെ ചിത്രമുള്ള ചുവന്ന കൊടിക്കും എന്ത് പ്രാധാന്യമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ക്ഷേത്രോത്സവത്തെ മനഃപൂർവ്വം അപമാനിക്കാനാണ് CPM-കാർ ശ്രമിക്കുന്നത് എന്നാണ് ആരോപണം. നേരത്തെയും ക്ഷേത്രോത്സവങ്ങളിൽ CPM-കാർ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുകയും കൊടി വീശുകയും ചെയ്തത് വിവാദത്തിലായിരുന്നു. തലശ്ശേരി മണോളിക്കാവിൽ കലശം വരവിനിടെ CPM-കാർ മുദ്രാവാക്യം വിളിച്ചത് വലിയ സംഘർഷത്തിനാണ് വഴിവെച്ചത്. കതിരൂർ പുല്യോട്ടുകാവിൽ ക്ഷേത്രത്തിനുള്ളിൽ ചെഗുവേരയുടെ ചിത്രമുള്ള കൊടി വീശിയതും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. ജനം, കണ്ണൂർ. സ്വാതന്ത്ര്യസമര സേനാനി എന്ന പേരിൽ പ്രചരണം നടത്തുന്ന വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപകാലത്തെ കൂടുതൽ ക്രൂരതകൾ പുറത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ച പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിനു ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ചപ്പതിപ്പിൽ. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യം കുന്നന്റെ പേരിൽ മലപ്പുറം നഗരസഭ നഗരത്തിൽ സ്മാരകമായി ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. നിരവധി പേരെ രാജ്യസ്നേഹികളാക്കി വളർത്തിയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പേരിൽ പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നവർ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ സ്ഥാപിച്ച മലപ്പുറം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചേക്കോട് മറ്റൊരു സ്മാരകം പണിയാൻ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചപ്പോഴും കോൺഗ്രസോ CPM-ഓ എതിർപ്പുമായി രംഗത്തെത്തിയില്ല. 1921 മാപ്പിള കലാപകാലത്ത് മതാന്ധത ബാധിച്ച വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അടങ്ങുന്ന സംഘം നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുവെന്ന് നിരവധി ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇയാൾക്കായി മലപ്പുറം ചേക്കോട് പണിയാൻ നീക്കം നടക്കുന്ന സ്മാരകത്തിനെതിരെ പേരിന് പോലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസോ CPM-ഓ തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിന്റെ ആഴ്ചപ്പതിപ്പിലും വാര്യം കുന്നന്റെ ക്രൂരതകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 1921 ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ ഡയറി കുറിപ്പുകൾ 57 വർഷത്തിനു ശേഷം കണ്ടെടുത്തവയാണ് 2018 ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. വെള്ളയങ്ങാട്ടുകാരനായ വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി സുമേധയ രാജാവാണെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരെയും സാധുക്കളെയും പല ആരോപണങ്ങളും ചുമത്തി കൊല്ലുകയും മഞ്ചേരി ഖജനാവിലുണ്ടായിരുന്ന 13.5 ലക്ഷം ഉറുപ്പിക കൊള്ള ചെയ്ത് പ്രദേശത്ത് കലാപം സൃഷ്ടിച്ചെന്നും സൈദാലി ഹാജിയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ചില മുസ്ലിങ്ങളെയും പൂർവ്വ വൈരാഗ്യം വെച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ട പലരുടെയും പേരുകളും സൈദാലി ഹാജി ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. 1894 ജനിച്ച സൈദാലി ഹാജി കർഷകനും കച്ചവടക്കാരനുമായ ആക്കപ്പറമ്പിൽ വീരാന്റെ രണ്ടാമത്തെ മകനാണ്. ചരിത്രകാരൻ തിരൂർ ദിനേശ് രചിച്ച നിലവിളി നിലയ്ക്കാത്ത കിണറുകൾ എന്ന ചരിത്ര പുസ്തകത്തിലും വാര്യം കുന്നന്റെയും കൂട്ടരുടെയും ക്രൂരതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊരുകം മലയിലെ കിളിനക്കോട് കിണറ്റിൽ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടതായും പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ ടൗൺ ഹാൾ നിർമ്മിച്ചപ്പോഴും സ്മാരകം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചപ്പോഴും ഇല്ലാത്ത പ്രതിഷേധം ഹെഡ്ഗേവാറിനെതിരെ ഉയർത്തുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ആരോപണം. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.
പാർട്ടിക്ക് നേരെ ഒളിയും പെയ്ത CPM നേതാവ് PP ദിവ്യ. ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചവരാണ് ഒറ്റിക്കൊടുത്തതെന്ന് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട PP ദിവ്യ പ്രതികരിച്ചു. വേട്ടയാടപ്പെട്ട നിരപരാധിയാണ് താനെന്ന സൂചന നൽകിയാണ് ദിവ്യയുടെ വീഡിയോ. സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരന്റേതോ ആണെന്നോ വീഡിയോയിൽ പറയുന്നു. വെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു. തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത്. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും യേശു ക്രിസ്തുവിനോട് ഉപമിച്ചാണോ ദിവ്യ ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ? കാരണം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തനിക്ക് പറ്റിയത് യേശു ക്രിസ്തുവിന് പറ്റിയതുപോലെ ഒരു ഒറ്റാണ് എന്നുള്ള തരത്തിലാണ് ദിവ്യ പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ? തീർച്ചയായും ദേവിക, ഈസ്റ്റർ സന്ദേശം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലിട്ട വീഡിയോയിലാണ് PP ദിവ്യ തന്നെ യേശു ക്രിസ്തുവിനോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. താൻ വേട്ടയാടപ്പെട്ട നിരപരാധിയാണെന്നാണ് ഈ ഒരു ധ്വനി നൽകിക്കൊണ്ടാണ് PP ദിവ്യയുടെ വീഡിയോ ഉള്ളത്. മാത്രമല്ല അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടെ നിന്നവർ തന്നെയാണ് യേശു ക്രിസ്തുവിനെ ഒറ്റിയത്. അതായത് ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവർ തന്നെയാണ് ഒറ്റിയത്. കൂടാതെ കൂടെ നടന്നവരാണ് കല്ലെറിഞ്ഞത്. ഇതൊക്കെ തന്നെ തനിക്കും ബാധകമാണ് എന്ന രീതിയിൽ തന്നെയാണ് PP ദിവ്യ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് നീതിമാനായതുകൊണ്ടാണ് എന്നാണ് PP ദിവ്യ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം താനും നീതിപതിയാണ് എന്നൊരു ധ്വനി നൽകാൻ കൂടി PP ദിവ്യ ഇതിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘം തന്നെ ADMന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തന്നെ ഏക കുറ്റവാളി, അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഏക പ്രതി എന്ന് ചേർത്തിരിക്കുന്നത് PP ദിവ്യ മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് PP ദിവ്യയെ നീതിമാനാണ് അല്ലെങ്കിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാനാവുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അതുകൂടാതെ സമൂഹത്തിന്റെ മനസ്സ് എപ്പോഴും വേട്ടക്കാരൻ്റെതാണ് എന്നൊരു കാര്യം കൂടി ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ PP ദിവ്യ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം കൂടെ നിന്നവർ തന്നെയാണ് യേശുക്രിസ്തുവിനെ ചതിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ PP ദിവ്യയെ കൂടെ നിന്നവർ തന്നെയാണോ ചതിച്ചത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടെ നിന്നവർ മുഴുവൻ പാർട്ടിക്കാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ നിന്ന പാർട്ടിക്കാർ തന്നെ PP ദിവ്യയെ ചതിച്ചോ എന്നുള്ള ചോദ്യത്തിന് തന്നെയാണ് മറുപടി കണ്ടെത്തേണ്ടത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ PP ദിവ്യയുടെ ഈ ആശംസ വീഡിയോ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ദേവിക. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന ഷൈൻ ടോം ചാക്കോ. പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഷൈനിന്റെ പണമിടപാടുകളിലും കൂടുതൽ അന്വേഷണം നടക്കും. ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ പോലീസ് FIR റദ്ദാക്കാൻ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിക്കാനും നീക്കം നടത്തി. സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറ്റം മുഴുവൻ തനിക്കും മറ്റൊരു നടനുമെതിരെ മാത്രമാണെന്നാണ് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയത്. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമാണ്. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷൈനിന്റെ പണമിടപാടുകളും ദുരൂഹമാണ്. 2000 രൂപ മുതൽ 5000 രൂപ വരെ ചില അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. സമീപകാലത്ത് ഇത്തരത്തിൽ 14 പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ലഹരി ഇടപാടുകൾക്കായാണ് പണം നൽകിയതെന്നാണ് സംശയം. കടം കൊടുത്ത പണമാണിതെന്നാണ് ഷൈനിന്റെ വിശദീകരണം. ഷൈനിന്റെ ഫോണുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫോണുകളും ശരീരസ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കും. ഓൺലൈൻ പണമിടപാട് വിവരങ്ങളും ഫോണിൽ നിന്ന് ശേഖരിക്കും. FIR റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരുമായി ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് FIR റദ്ദാക്കാൻ വൈകാതെ കോടതിയെ സമീപിക്കും. ദുർബലമായ FIR ആണ് പോലീസിന്റേത്. ശരീരസ്രവങ്ങളുടെ പരിശോധനാ ഫലം വന്ന ശേഷം FIR റദ്ദാക്കാൻ നിയമ നടപടികൾ തുടങ്ങും.
ജനം, കൊച്ചി. സിനിമയിലെ ലഹരി കേസിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് നടി വിൻസി അലോഷ്യസ് അറിയിച്ചതായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. വിൻസിയുടെ നിലപാട് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും സ്വീകരിക്കണമെന്നും സെലിബ്രിറ്റി എന്ന പരിഗണന നൽകാതെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം അഭിനയിക്കില്ലെന്ന് നിലപാട് സ്വീകരിച്ചതിന് പ്രശംസ അറിയിക്കാൻ മന്ത്രി MP രാജേഷ് വിളിച്ചപ്പോഴാണ് നടി വിൻസി അലോഷ്യസ് നിലപാട് വ്യക്തമാക്കിയത്. സിനിമയിലെ ലഹരി കേസിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് നടി അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. വിൻസിയുടെ നിലപാട് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും സ്വീകരിക്കണം. ധീരമായ നിലപാട് സ്വീകരിക്കുന്ന വിൻസി അലോഷ്യസിനെ പോലുള്ളവരെ സിനിമാ മേഖല സംരക്ഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല, സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല. ഇതിനെ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും. വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഉറച്ച നിലപാടെടുത്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു നിലപാടാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. നാടിനെ പൂർണ്ണമായും ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. അതിൽ സിനിമാ മേഖലയെന്നോ മറ്റ് മേഖലകളെന്നോ വ്യത്യാസമില്ല. സെലിബ്രിറ്റി എന്ന പരിഗണന ആർക്കുമില്ല. ലഹരി ഒരു സാമൂഹിക വിപത്താണ്. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ലഹരിയെ സർക്കാർ അടിച്ചമർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനം, പാലക്കാട്. കാസർഗോഡ് കാഞ്ഞിരത്തുങ്കലിൽ ലഹരിക്കടിമയായ സഹോദരങ്ങളുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനടക്കം 2 പേർക്ക് വെട്ടേറ്റു. പേടകം പോലീസ് സ്റ്റേഷനിലെ CPO സൂരജ്, നാട്ടുകാരനായ സതീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെയും വെട്ടേറ്റ മറ്റ് വ്യക്തിയുടെയും ആരോഗ്യനില എങ്ങനെയുണ്ട്? ദേവിക, നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പേടകം പോലീസ് സ്റ്റേഷനിലെ CPO സൂരജ്, അതോടൊപ്പം തന്നെ നാട്ടുകാരനായ സതീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സതീഷിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാസർഗോഡ് കാഞ്ഞിരത്തങ്കാലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. സഹോദരങ്ങളായ ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമിച്ചത്. ഇവർ ആയുധങ്ങളുമായി അയൽവാസിയുടെ വീട്ടിൽ വെക്കുകയും തുടർന്ന് ഈ അയൽവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഈ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ദേവിക, ശരി. പരിഹാരമില്ലാതെ ആശമാരുടെ സമരം 70ാം ദിവസവും തുടരുകയാണ്. നിരാഹാര സമരം 32ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആശമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ശക്തമായി തുടരുമ്പോഴും കനിവ് കാട്ടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. 2023 പുറത്തിറക്കിയ മാർഗരേഖയിൽ വിരമിക്കൽ പ്രായം 62ആയി നിജപ്പെടുത്തിയ തീരുമാനം മരവിപ്പിച്ചത് മാത്രമാണ് സർക്കാർ സമരക്കാർക്ക് അനുകൂലമായി കൈക്കൊണ്ട ഏക തീരുമാനം. ആശമാരുമായി കഴിഞ്ഞ മാർച്ച് 19 നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതേസമയം 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം, ഓണറേറിയം വർധനവ് തുടങ്ങിയ ആവശ്യങ്ങൾ ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിലും തീരുമാനമായില്ലെന്നാണ് ആശമാർ ആരോപിക്കുന്നത്. കമ്മിറ്റിയെ നിയോഗിച്ചെന്ന് പറഞ്ഞ് സർക്കാർ ഹൈക്കോടതിയെ കബളിപ്പിച്ചെന്നും ആരോപണമുണ്ട്. ഫെബ്രുവരി 10 ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. അതായത് 70ാം ദിവസമാണ് ആശമാരുടെ സമരം തുടരുന്നത്. മാർച്ച് 20 ആരംഭിച്ച നിരാഹാര സമരം 32ാം ദിവസത്തിലേക്കും കടന്നു. സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോഴും തനത് ഫണ്ടിൽ നിന്നും ആശാപ്രവർത്തകർക്ക് ഓണറേറിയം കൂട്ടി നൽകാൻ തീരുമാനിച്ച തദ്ദേശ സ്ഥാപന ഭാരവാഹികളെ ആദരിക്കാൻ ഒരുങ്ങുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. തിങ്കളാഴ്ച സമരവേദിയിൽ വെച്ചാണ് ആദരം നൽകുക. ജനം, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിച്ച് പ്രത്യാശ പകരണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. ആശാവർക്കർമാർക്ക് 2 മാസത്തിലധികമായി സമരം ചെയ്യുന്നുണ്ട്. ആശാവർക്കർമാർ വീട്ടമ്മമാരാണ്. 100 രൂപയെങ്കിലും കൂട്ടിക്കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിന്റെ നടപടി പുനഃപരിശോധിക്കണം. ദുരിതങ്ങളിൽ കഴിയുന്നവർക്ക് ക്രിസ്തുവിന്റെ ഉയർപ്പ് പ്രത്യാശയേകണമെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലുണ്ട്. അവര് 2 മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു. നമ്മുടെ വീട്ടമ്മമാരാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ
ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം 230 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത് 100 രൂപയെങ്കിലും കൂട്ടിക്കിട്ടണമെന്ന് മാത്രം അവർ ആവശ്യപ്പെടും. പക്ഷെ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെന്റിന്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് നാളെ കാസർഗോഡ് തുടക്കമാവുകയാണ്. നാളെ മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന പരിപാടിയിൽ പൊടി പൊടിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ധൂർത്തും അടിസ്ഥാന വർഗ തൊഴിലാളി സമരങ്ങളോടുമുള്ള സമീപനവും ഇടതു സർക്കാരിന്റെ വീഴ്ചകളും മറച്ചുവെച്ചാണ് രണ്ടാം പിണറായി സർക്കാർ 4ാം വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം വിപുലമായാണ് ആഘോഷിക്കുന്നത്. പ്രചരണ ആയുധങ്ങളാക്കുന്നത് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും. ഈ മാസം 21-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ആഘോഷ പരിപാടി 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും കാത്തിരിക്കുന്നത് വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ. ഇടതു സർക്കാരിന്റെ നയമാറ്റം രാഷ്ട്രീയ കേരളം തുടരെ ചർച്ച ചെയ്തതാണ്. സ്വകാര്യ സർവകലാശാല സ്വാഗതം ചെയ്തുകൊണ്ട് ഇടതു സർക്കാർ കൈക്കൊണ്ട തീരുമാനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യ കുത്തക സർവകലാശാലകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് സർക്കാർ എടുത്ത തീരുമാനം ഇപ്പോഴും വിമർശനങ്ങളുടെ മുൾമുനയിലാണ്. സമരങ്ങൾ ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയ ഇടതു സർക്കാർ അടിസ്ഥാന വർഗ സമരങ്ങളോട് കാണിക്കുന്ന പുച്ഛവും അവഗണനയും താഴേക്കിടയിലെ ജനങ്ങളെ ചെറുതല്ലാത്ത രീതിയിൽ പാർട്ടിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട്. കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോഴും ദൂർത്ത് ജനങ്ങൾ അളക്കാതെ പോകില്ല. PSC ഭാരവാഹികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത് സാധാരണക്കാരുടെ ഇടയിലുണ്ടാക്കിയ പ്രകമ്പനം മറ്റൊന്നായിരുന്നു. വിവാദങ്ങളുടെ പേമാരിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ്. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI അന്വേഷണം. KM എബ്രഹാമിന് മുഖ്യമന്ത്രി നൽകുന്ന സംരക്ഷണം മറ്റൊരു വിഷയം. ജനം, തിരുവനന്തപുരം. BK ശേഖറിനെ അനുസ്മരിക്കുക എന്നാൽ കാലഘട്ടത്തെ അനുസ്മരിക്കുക എന്നാണെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം CK പത്മനാഭൻ. സൗമ്യനായ വ്യക്തിത്വമായിരുന്നു BK ശേഖറിൻ്റേത്. ഏത് വിഷയത്തിലും കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നെന്നും CK പത്മനാഭൻ അനുസ്മരണ ചടങ്ങിൽ പറഞ്ഞു. അതൊരു കാലഘട്ടത്തെ അനുസ്മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. BK ശേഖരനെ ഓർമ്മിക്കുമ്പോൾ പഴയ ഒരു കാലത്തെ ഓർമ്മിച്ചെടുത്ത് ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു പരിശ്രമമാണ് നമ്മളിവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. വളരെ കാലം സഹപ്രവർത്തകർ എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് BK ശേഖരൻ. മാന്യനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന നേതാവായി. ബാബാ സാഹേബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൗമ്യനായിരുന്നു. സൗമ്യമായ രീതിയിലാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറിയിരുന്നത്. പക്ഷേ ഏത് കാര്യത്തെ സംബന്ധിച്ചും കർക്കശമായ ഒരു അഭിപ്രായവും ഒരു നിലപാടും അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു BK ശേഖരൻ. ശബരിമലയിലെ പുതിയ കുളം നിർമ്മാണത്തിനെതിരെ ഹിന്ദു ഐക്യവേദി ഭക്തജന സംഘടനകളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായാണ് ദേവസ്വം ബോർഡ് കുളം നിർമ്മിക്കാൻ തീരുമാനമെടുത്തതെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. സുരക്ഷാ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് കുളം നിർമ്മിക്കുന്നതിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി. 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിന് പിൻഭാഗത്താണ് പുതിയ കുളത്തിന്റെ നിർമ്മാണം. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. നിലവിലുള്ള ഭസ്മക്കുളം നിലനിർത്തി പുതിയ ഭസ്മക്കുളം എന്ന പേരിലാണ് ദേവസ്വം ബോർഡ് 2ാമത് കുളം നിർമ്മിക്കുന്നത്. ഇതിനെതിരെ തുടക്കം മുതൽ ഹൈന്ദവ സംഘടനകൾ എതിർപ്പ് അറിയിച്ചതാണ്. തൂക്കായം പ്രദേശത്ത് കുളം നിർമ്മിച്ചാൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടാകുമെന്നോ നിർമ്മാണത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറണമെന്നോ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിക്കാതെ കുളം നിർമ്മിക്കാൻ ഏകപക്ഷീയ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിനെതിരെ സമരപ്രക്ഷോഭങ്ങൾ ശക്തമാക്കുമെന്നും ഹിന്ദു ഐക്യവേദിയുടെ മുന്നറിയിപ്പ്. തീർത്ഥാടകർക്ക് ആവശ്യമില്ലാത്ത കുളത്തിനു പകരം ശൗചാലയങ്ങൾ നിർമ്മിക്കണമെന്നും തിരക്ക് പിടിച്ച് കുളം നിർമ്മിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ഹരിദാസ് കുമാർ ആരോപിച്ചു. എന്തായാലും ഇത് വലിയ ദുരൂഹതയുള്ള ഒരു നിർമ്മാണ പദ്ധതിയാണ്. അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഒരു ഹൈന്ദവ സംഘടനകളോ ഭക്തജന സംഘടനകളോ അയ്യപ്പന്മാരോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ശബരിമലയിൽ അടിയന്തരമായിട്ടൊരു കുളം നിർമ്മിക്കണം. ആരുടെയും ആവശ്യം കൂടാതെ തന്നെ ദേവസ്വം ബോർഡിന് മുന്നിട്ടിറങ്ങിയാണ്. ശബരിമല വികസനത്തിന് ഗുരുസ്വാമിമാരെയും ഹൈന്ദവ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി 365 ദിവസവും പ്രവർത്തിക്കുന്ന ശബരിമല വികസന സമിതി രൂപീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ജനം, പത്തനംതിട്ട.
അടിമത്തബോധം ഇല്ലാതാക്കുകയും അതിലൂടെ സദ്ഗുണങ്ങളെ വർദ്ധിപ്പിച്ച് ഹിന്ദു സമാജത്തെ ഏകീകരിക്കുകയാണെന്ന ദൗത്യമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം നിർവഹിക്കുന്നതെന്ന് ക്ഷേത്രീയ പ്രചാരക് PN ഹരികൃഷ്ണകുമാർ. ദേശീയതയിൽ അഭിമാനബോധം ഉളവാക്കുന്ന പദ്ധതികളാണ് സംഘം വളർത്തിക്കൊണ്ടുവരുന്നത്. സംഘത്തിന് ആരോടും വിരോധമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ RSS ക്ഷേത്രീയ കാര്യകർത്ത വികാസ് വർഗ് പ്രഥമ ശിബിര ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ക്ഷേത്രീയ കാര്യകർത്ത വികാസ് വർഗ പ്രഥമ ശിബിരത്തിന് പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ തുടക്കമായി. RSS ക്ഷേത്രീയ പ്രചാരക് PN ഹരികൃഷ്ണകുമാർ ഉദ്ഘാടന സഭയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയതയിൽ അഭിമാനബോധം ഉളവാക്കുന്ന പദ്ധതികളാണ് സംഘം വളർത്തിക്കൊണ്ടുവരുന്നത്. സംഘത്തിന് ആരോടും വിരോധമില്ല. വ്യക്തമായ കാഴ്ചപ്പാടോടും ദിശയോടും കൂടി രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയെന്ന ദൗത്യമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ മനസ്സും ലക്ഷ്യവുമുള്ള തലമുറകളെ വാർത്തെടുത്ത് സമാജത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാനാണ് സംഘം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഡോക്ടർജി അങ്ങനെ ആരോടെങ്കിലും എതിരിടാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിന്മേലല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം കെട്ടിപ്പടുത്തത്. ഈ ഭാരതത്തിന്റെ തനതായിട്ടുള്ള ഹിന്ദുത്വം എന്ന സർവാശ്ലേഷിയായ സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ അത് പറയും. സർവേഷാം അവിരോധന, ആരോടും വിരോധമില്ല. ആരോടും വിരോധമില്ലാതെ 100% ഭാവാത്മകമായി ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള പദ്ധതി അദ്ദേഹം ആരംഭിച്ചു. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കും ഭവനത്തിൽ നിന്നും ഭവനത്തിലേക്കും സംഘം വളർന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് ഇന്ന് ഏറ്റവും വലിയ പ്രസ്ഥാനമായി പടർന്നു പന്തലിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ കഴിയുന്നു എന്നതാണ് സംഘത്തിന്റെ പ്രത്യേകതയെന്ന് വർഗ് ഉദ്ഘാടനം ചെയ്ത ഓൾ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MB ജയശങ്കർ പറഞ്ഞു. വർഗ് സർവാധികാരി M ശിവലിംഗം അധ്യക്ഷത വഹിച്ചു. വർഗ് കാര്യവാഹ് KB ശ്രീകുമാർ സംസാരിച്ചു. 20 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന ശിബിരം മെയ് 9-നാണ് സമാപിക്കുക. ജനം, പാലക്കാട്. ജമ്മുകശ്മീരിൽ മണ്ണിടിച്ചിലിൽ 3 മരണം. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാനിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, മണ്ണിടിച്ചിലിൽ ഇപ്പോൾ 3 മരണമാണ് ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാനിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നു. നിരവധി വീടുകളടക്കം അവിടെ തകർന്ന സാഹചര്യമാണ് അല്ലേ ഗൗതം? ദേവിക, ജമ്മു കാശ്മീരിലാകെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റും തുടർന്ന് മേഘവിസ്ഫോടനവും സംഭവിച്ചു. അതിൽ ഈ റംബാൻ മേഖലയിലാണ് കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ മേഘവിസ്ഫോടനത്തിൽ 3 പേർ മരണപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 50-ലധികം വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. 100ഓളം പേരെ സൈന്യം രക്ഷപ്പെടുത്തി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. റോഡ് ഗതാഗതം പൂർണ്ണമായി ഈ ദേശീയപാതയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗം എന്നത് ഈ ജമ്മു ശ്രീനഗർ ദേശീയപാതയാണ്. അതിനാൽ റംബാനിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ നാശനഷ്ടത്തെ തുടർന്ന് ഈ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ശരി. ഹൂതി ഭീകര കേന്ദ്രങ്ങളിൽ തുടരാക്രമണം നടത്തിയ അമേരിക്ക. ഹൂതി ഭീകരർ നിയന്ത്രിക്കുന്ന ഹുദൈദ തുറമുഖ പരിസരത്താണ് ശക്തമായ ആക്രമണം നടന്നത്. എണ്ണ ഖനന മേഖലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണത്തിൽ ഇന്നലെ മാത്രം 3 പേർ കൊല്ലപ്പെട്ടു. ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. വ്യാഴാഴ്ചയും ശക്തമായ ആക്രമണം ഹൂതി ഭീകര കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു. സനായിൽ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഹുദൈദ തുറമുഖത്ത് അതിശക്തമായ ആക്രമണമാണ് അമേരിക്കൻ വ്യോമസേന നടത്തിയത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതം പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കാനുള്ള കർശന ശ്രമം അമേരിക്ക തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അതിശക്തമായ ആക്രമണം ഭീകരർക്കെതിരെ നടക്കുന്നത്. ലോകരാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് വൻ ഭീഷണിയാണ് ഹൂതി വിമതർ ചെങ്കടലിൽ ഉയർത്തുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പെട്രോളിയം ഖനന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഭീകരരുടെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യം. യമനിലെ വ്യവസ്ഥാപിത സർക്കാർ US ആക്രമണങ്ങളെ കഴിഞ്ഞ ദിവസം പിന്തുണച്ചിരുന്നു. ഭീകര സംഘടനയെ പൂർണ്ണമായും യമനിൽ നിന്ന് തുരത്തുകയാണ് വ്യവസ്ഥാപിത സർക്കാരിൻ്റെയും ഇസ്രായേൽ സഖ്യകക്ഷിയായ അമേരിക്കയുടെയും ആത്യന്തിക ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നാളെ ഭാരതത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. കുടുംബസമേതമാണ് അദ്ദേഹം ഭാരതത്തിലെത്തുക. ഡൽഹിയും ജയ്പൂരും ആഗ്രയും സന്ദർശിക്കുമെന്നും റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തിയ അനസ്തേഷ്യ ടെക്നീഷ്യന് സസ്പെൻഷൻ. പാറശാല താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 30 ദിവസത്തേക്ക് അരുണിനെ സസ്പെൻഡ് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന ശസ്ത്രക്രിയ രഹസ്യമായി മൊബൈൽ ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ. പാറശാല താലൂക്ക് ആശുപത്രിയിലെ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി അരുൺ മൊബൈലിൽ പകർത്തിയത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റ് ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ വിവരം സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 30 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇതിനു മുൻപും ഇയാളെ സമാന കുറ്റത്തിന് ശിക്ഷിച്ചിരുന്നു. ആശുപത്രി വികസന സമിതി മുഖേനയാണ് അരുണിന് നിയമനം ലഭിച്ചത്. താൻ ആശുപത്രിയിലുണ്ടെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീഡിയോ കോൾ ചെയ്തത് എന്നാണ് അരുൺ അധികൃതർക്ക് നൽകിയ വിശദീകരണം. ജനം, തിരുവനന്തപുരം. തൃശൂർ പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്താനുള്ള ഉത്തരവിറക്കിയ ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മരവിപ്പിച്ച് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മാസങ്ങളായി ദേശീയപാത 544 ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനു പിന്നാലെയാണ് ഏപ്രിൽ 16 കളക്ടർ ഉത്തരവിറക്കിയത്. എന്നാൽ ഇന്നലെ രാത്രി ഉത്തരവ് മരവിപ്പിച്ചതായി കളക്ടർ അറിയിപ്പ് നൽകി. അതേസമയം ഉത്തരവ് നിലനിന്ന 3 ദിവസവും കരാർ കമ്പനി ടോൾ പിരിവ് തുടർന്നിരുന്നു. ഗതാഗതക്കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും നിലനിൽക്കെ ടോൾ പിരിവ് തുടരുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഉത്തരവ് മരവിപ്പിച്ചതെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കി. BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആനുവൽ റിവ്യൂ മീറ്റിംഗും വിഷു ആഘോഷവും തൃശൂരിൽ നടന്നു. ജോയ്സ് പാലസിൽ നടന്ന ചടങ്ങിൽ നടൻ ആനന്ദ് വിശിഷ്ടാതിഥിയായി. BK ധനലക്ഷ്മി ചെയർമാൻ PS ബിന്ദുക്കുട്ടൻ അധ്യക്ഷനായി. BKD വൈസ് ചെയർപേഴ്സൺ പ്രവീൺ വിജയൻ, മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ദാസ്, ജനറൽ മാനേജർമാരായ ഡയാന മിനു, സുഭാഷ് രവി, ഷാമിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. 4ാം വർഷത്തിലേക്ക് കടന്ന BKD ജ്വല്ലറി ഉൾപ്പെടെയുള്ള കൂടുതൽ ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം.